ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കമ്മിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള കമ്മിറ്റിയാണ് പറയുന്നത്. അതായത് ബ്ലൂ റിബൺ കമ്മിറ്റി പറഞ്ഞു, കാഡ്ബറി കമ്മിറ്റി പറഞ്ഞു. നെക്സ്റ്റ് ഒരു 2 കമ്മിറ്റിയെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ്. ഗ്രീൻബറി കമ്മിറ്റിയും അതുപോലെ തന്നെ കിങ്സ് കമ്മിറ്റിയും. അപ്പോൾ എന്താണ് ഗ്രീൻബറി കമ്മിറ്റി എന്ന് നോക്കാം. ചെറിയ 10 മിനിറ്റ് വരെയുള്ളൊരു വീഡിയോ ആണ്. ഗ്രീൻബറി കമ്മിറ്റി 1995 ആണ്. അതായത് 1995 ഗ്രീൻബറി കമ്മിറ്റി എന്താണെന്ന് നോക്കാം. ഡ്യൂറിങ് ദ 1990s, the issue of directors' remuneration was becoming a primary concern for investors and the public at large. Specifically, the levels of remuneration of directors in private industries were rising and remuneration packages were failing to provide the necessary incentives for directors to perform better. This committee was set up in January 1995 to identify good practices by the Confederation of British Industry. CBI എന്ന് പറഞ്ഞാൽ Confederation of British Industry ആണ്. അപ്പോൾ എന്താണ് ഗ്രീൻബറി കമ്മിറ്റി എന്ന് നോക്കാം. അതായത് 1990 കാലഘട്ടത്തിൽ ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞത് വാസ് ബിക്കമിങ് എ പ്രൈമറി കൺസേൺ ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ പബ്ലിക് അറ്റ് ലാർജ്. അതായത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്ന ഒരു കാര്യമാണ് ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷനെ സംബന്ധിച്ചുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം റെമ്യൂണറേഷനാണ് ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഡ്യൂറിങ് ദ 1990s 1990 കാലഘട്ടത്തിൽ ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഹൗ മച്ച് റെമ്യൂണറേഷൻ ഈസ് ടു ബി പ്രൊവൈഡഡ് ടു ദ ഡയറക്ടേഴ്സ് വാസ് ബിക്കമിങ് എ പ്രൈമറി കൺസേൺ ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദ പബ്ലിക് അറ്റ് ലാർജ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും പബ്ലിക്സിനെ സംബന്ധിച്ചും ഒരു പ്രൈമറി കൺസേൺ ആയിട്ട് അവർ കണ്ടിരുന്നത്. സ്പെസിഫിക്കലി ദ ലെവൽസ് ഓഫ് റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് വേർ റൈസിങ്. അതായത് പ്രൈവറ്റ് ഇൻഡസ്ട്രികളിൽ റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത് റൈസിങ് ചെയ്യുകയും ആൻഡ് റെമ്യൂണറേഷൻ പാക്കേജസ് വേർ ഫെയിലിംഗ് ടു പ്രൊവൈഡ് ദ നെസസറി ഇൻസെൻറ്റീവ്സ് ഫോർ ഡയറക്ടേഴ്സ് ടു പെർഫോം ബെറ്റർ. അതായത് ഡയറക്ടേഴ്സിന് നല്ല രീതിയിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നതിന് ആവശ്യമുള്ള റെമ്യൂണറേഷൻ പാക്കേജസ് നൽകുന്നതിന് ഫെയിലിയർ ആവുകയും ചെയ്തു. സ്പെസിഫിക്കലി ദ ലെവൽസ് ഓഫ് റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് വേർ റൈസിങ്. പ്രൈവറ്റ് ഇൻഡസ്ട്രികളിലുള്ള ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ റൈസിങ് ചെയ്തു എങ്കിൽ പോലും ആൻഡ് റെമ്യൂണറേഷൻ പാക്കേജസ് വേർ ഫെയിലിംഗ് ടു പ്രൊവൈഡ് ദ നെസസറി ഇൻസെൻറ്റീവ്സ് ഫോർ ഡയറക്ടേഴ്സ് ടു പെർഫോം ദ ബെറ്റർ. പക്ഷേ റെമ്യൂണറേഷൻ പാക്കേജുകളിൽ ഡയറക്ടേഴ്സിന് ആവശ്യമുള്ള നെസസറി ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഫെയിലിയർ വന്നു. ദിസ് കമ്മിറ്റി വാസ് സെറ്റപ്പ് ഇൻ ജാനുവരി 1995. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീൻബറി കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഡെവലപ്പ് ചെയ്തത്. 1995 ജനുവരിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്തത്. എന്തിനു വേണ്ടിയായിരുന്നു? ടു ഐഡൻറ്റിഫൈ ഗുഡ് പ്രാക്ടീസസ് ബൈ ദ കോൺഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രി. കോൺഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയുടെ ഗുഡ് പ്രാക്ടീസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റി കൂടിയാണിത്. സോ ഡ്യൂറിങ് ദ 1990s 1990 കാലഘട്ടത്തിൽ ദ ഇഷ്യൂ ഓഫ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ വാസ് ബിക്കമിങ് എ പ്രൈമറി കൺസേൺ ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച പ്രൈമറി കൺസേൺ ആവുകയും ആൻഡ് ദ പബ്ലിക് അറ്റ് ലാർജ്. സ്പെസിഫിക്കലി ദ ലെവൽസ് ഓഫ് റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് വേർ റൈസിങ് and remuneration packages were failing to provide the necessary incentives for directors to perform better. ഡയറക്ടേഴ്സിന് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നതിന് ആവശ്യമുള്ള നെസസറി ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ റെമ്യൂണറേഷൻ പാക്കേജസ് ഫെയിലിയർ ആവുകയും ചെയ്തു. ദിസ് കമ്മിറ്റി വാസ് സെറ്റപ്പ് ഇൻ ജാനുവരി 1995 ടു ഐഡൻറ്റിഫൈ ഗുഡ് പ്രാക്ടീസസ് ബൈ ദ കോൺഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രി. കോൺഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 1995 സെറ്റപ്പ് ചെയ്തിട്ടുള്ള ജനുവരിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണിത്. ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ദ റോൾ ഓഫ് റെമ്യൂണറേഷൻ കമ്മിറ്റി ഇൻ സെറ്റിംഗ് ദ റെമ്യൂണറേഷൻ പാക്കേജസ് ഫോർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആൻഡ് അതർ ഡയറക്ടേഴ്സ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനും മറ്റു ഡയറക്ടേഴ്സിനും റെമ്യൂണറേഷൻ പാക്കേജസ് സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ റോള്. ആദ്യത്തെ റെക്കമെൻഡേഷനാണ് റോൾ ഓഫ് റെമ്യൂണറേഷൻ കമ്മിറ്റി. റെമ്യൂണറേഷൻ കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയുടെ ആവശ്യകത എന്തിനു വേണ്ടിയിട്ടാണത്? ഫോർ സെറ്റിംഗ് ദ റെമ്യൂണറേഷൻ പാക്കേജസ്. റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ ആവശ്യകത എന്തിനു വേണ്ടിയിട്ടാണ്? റെമ്യൂണറേഷൻ പാക്കേജസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ടുള്ളത്? സിഇഒയ്ക്കും മറ്റു ഡയറക്ടേഴ്സിനും. രണ്ടാമത്തത് ദ റിക്വയർഡ് ലെവൽ ഓഫ് ഡിസ്ക്ലോഷർ നീഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് റിഗാർഡിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് റെമ്യൂണറേഷൻ ആൻഡ് വെദർ ദർ ഈസ് ദ നീഡ് ടു ഒബ്റ്റെയിൻ ദ ഷെയർ ഹോൾഡർ അപ്രൂവൽ. അതായത് ദ റിക്വയർഡ് ലെവൽ ഓഫ് ഡിസ്ക്ലോഷർ നീഡഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് നീഡ് ചെയ്യുന്ന റിക്വയർഡ് ലെവൽ ഓഫ് ഡിസ്ക്ലോഷർ റിഗാർഡിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ്റെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടിട്ട് ഷെയർ ഹോൾഡേഴ്സിന് അറിയേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ്
ഓഫ് ഡിസ്ക്ലോഷർ ആൻഡ് വെദർ ദർ ഈസ് ദ നീഡ് ടു ഒബ്റ്റെയിൻ ദ ഷെയർ ഹോൾഡർ അപ്രൂവൽ. ഷെയർ ഹോൾഡർമാരുടെ അപ്രൂവൽ നേടണോ എന്നുള്ള ആവശ്യകതയുണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. സോ ദ റിക്വയർഡ് ലെവൽ ഓഫ് ഡിസ്ക്ലോഷർ നീഡഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് നീഡ് ചെയ്യുന്ന റിക്വയർഡ് ലെവൽ ഓഫ് ഡിസ്ക്ലോഷർ എന്തിനെ സംബന്ധിച്ചിട്ടുള്ളത്? ഡീറ്റെയിൽസ് ഓഫ് റെമ്യൂണറേഷൻ്റെ ഡീറ്റെയിൽസിനെ സംബന്ധിച്ച് ഷെയർ ഹോൾഡേഴ്സ് നീഡ് ചെയ്യുന്ന റിക്വയർഡ് ലെവൽ ഓഫ് ഡിസ്ക്ലോഷറും ആൻഡ് വെദർ ദർ ഈസ് ദ നീഡ് ടു ഒബ്റ്റെയിൻ ദ ഷെയർ ഹോൾഡർ അപ്രൂവൽ. ഷെയർ ഹോൾഡർ അപ്രൂവൽ നേടിയെടുക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ള തിരിച്ചറിയലുമാണ് രണ്ടാമത്തെ റെക്കമെൻഡേഷൻ. മൂന്നാമതെന്ന് പറഞ്ഞത് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഫോർ ഡിറ്റർമിനിങ് എ റെമ്യൂണറേഷൻ പോളിസി ഫോർ ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ പോളിസി ഡിറ്റർമിൻ ചെയ്യുന്നതിനുള്ള സ്പെസിഫിക് ഗൈഡ് ലൈൻസുകൾ പ്രൊവൈഡ് ചെയ്യാം. റെമ്യൂണറേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ അതിലെന്താ വെച്ചാൽ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഫോർ ഡിറ്റർമിനിങ് എ റെമ്യൂണറേഷൻ പോളിസി ഫോർ ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന് വേണ്ടി ഒരു റെമ്യൂണറേഷൻ പോളിസി ഡിറ്റർമിൻ ചെയ്യുന്നതിനാവശ്യമുള്ള പ്രത്യേകമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക. നാലാമത്തത് സർവീസ് കോൺട്രാക്ട്സ് ആൻഡ് പ്രൊവിഷൻസ് ബൈൻഡിങ് ദ കമ്പനി ടു പേ കോമ്പൻസേഷൻ ടു എ ഡയറക്ടർ. അതായത് ഒരു ഡയറക്ടറുടെ സർവീസ് കോൺട്രാക്റ്റും പ്രൊവിഷൻസും അനുസരിച്ചിട്ട് ആ പർട്ടിക്കുലർ ഡയറക്ടർക്ക് കമ്പനി സ്വാഭാവികമായിട്ടും കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടത് വരും. പർട്ടിക്കുലർലി ഇൻ ദ ഈവൻറ്റ് ഓഫ് ഡിസ്മിസൽ ഓഫ് അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. അതായത് അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ഒരു ഡയറക്ടറെ ഒരു സ്ഥാനത്ത് നിന്നും ഡിസ്മിസൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള കോമ്പൻസേഷനും അതുപോലെ തന്നെ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റികളിൽ അവർ പ്രവർത്തിച്ചുള്ള സർവീസ് കോൺട്രാക്റ്റിനും പ്രൊവിഷൻസിനും അനുസരിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ബൈൻഡിങ് ഓഫ് ദ ലോയിനെയാണ് ഇതിലെന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ പറയുന്നത്. അപ്പോൾ സർവീസ് കോൺട്രാക്ട്സ് ആൻഡ് പ്രൊവിഷൻസ്, സർവീസ് കോൺട്രാക്ട്സുകളും പ്രൊവിഷൻസും ബൈൻഡിങ് ദ കമ്പനിയെ നിർബന്ധിതരാക്കുന്ന അവരുടെ സർവീസ് കോൺട്രാക്റ്റും പ്രൊവിഷൻസും ഒരു ഡയറക്ടർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള കോമ്പൻസേഷൻ ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡിസ്മിസൽ ഓഫ് അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് അവർ ഡിസ്മിസൽ ചെയ്യുമ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നിശ്ചിത എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ആ ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ സർവീസ് കോൺട്രാക്റ്റിലും പ്രൊവിഷൻസിലും ബൈൻഡിങ് ചെയ്യുന്നു. അതാണ് അടുത്ത റെക്കമെൻഡേഷൻ പറയുന്നത്. ഇത്രയാണ് ഗ്രീൻബറി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പറയുന്നത്. നെക്സ്റ്റ് കിങ് കമ്മിറ്റി നമ്മൾ ആൾറെഡി ഒരു വട്ടം ഡിസ്കസ് ചെയ്തതാണ്. സൗത്ത് ആഫ്രിക്കയിലാണ് ഇത് വന്നത്. കിങ് കമ്മിറ്റി എന്നുള്ള 1992 സൗത്ത് ആഫ്രിക്കയുടെ ഡെവലപ്പിന് വേണ്ടിയിട്ട് പ്രൊഫസർ മെർവിൻ ഇ കിങ് എന്നുള്ള ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് കിങ് കമ്മിറ്റി എന്ന് പറയുന്നത്. അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് പ്രൊഫസർ മെർവിൻ ഇ കിങ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്പെസിഫിക് എയിം ഓഫ് റിസർച്ചിങ് ആൻഡ് മേക്കിംഗ് റെക്കമെൻഡേഷൻസ് ഇൻ ടു കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ കോർപ്പറേറ്റ് ഗവേണൻസിന് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ റിസർച്ചിങ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കിങ് കമ്മിറ്റിക്ക് ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷൻ ആഗോളതലത്തിന് ഇടയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷൻ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പ്രൊഫസർ മെർവിൻ ഇ കിങ്ങിൻ്റെ നേതൃത്വത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കിങ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കിങ് കമ്മിറ്റിക്ക് പ്രധാനമായിട്ട് 4 റിപ്പോർട്ടുകളാണ് അവർ സബ്മിറ്റ് ചെയ്തിരുന്നത്. ഫസ്റ്റ് റിപ്പോർട്ട് എന്നത് ഫസ്റ്റ് കിങ് കമ്മിറ്റി റിപ്പോർട്ട് വാസ് പബ്ലിഷ്ഡ് ഓൺ 1994. 1994 ആദ്യത്തെ കിങ് കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് കമ്പനീസ് ഡു നോട്ട് ആക്ട് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു ആക്ട് കമ്പനികൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കിങ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. 1994 ഫസ്റ്റ് കിങ് കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത്. ആൻഡ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് അതിൻ്റെ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് കമ്പനീസ് ഡു നോട്ട് ആക്ട് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കമ്പനികൾ ആക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് കിങ് കമ്മിറ്റി റിപ്പോർട്ട് വാസ് ഓൺ 2002. 2002 സെക്കൻഡ് കിങ് കമ്മിറ്റി റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്തത്. ഇതിന് ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? ഐഡിയ ഓഫ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഫസ്റ്റിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് എന്ന് പറയുന്നത് കമ്പനീസ് ഡു നോട്ട് ആക്ട് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ സൊസൈറ്റി ആണെങ്കിൽ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പാണ് ഇതിൻ്റെ ഐഡിയ. ദാറ്റ് മീൻസ് എക്സസൈസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫംഗ്ഷൻ വിത്ത് ഡ്യൂ റിഗാർഡ്സ് ടു ദ കമ്പനീസ് ആക്ഷൻസ് ഓൺ പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് പ്രോഫിറ്റ്. തേർഡ് കിങ് കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് പബ്ലിഷ് ചെയ്തത് 1 സെപ്റ്റംബർ 2009 അത് 2010 മാർച്ച് 1 എഫക്റ്റീവായിട്ട് മാറി. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് എക്സിസ്റ്റ് സെപ്പറേറ്റ് ഫ്രം ദ ലോ ആൻഡ് ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ടു അൺഹിഞ്ച് ഗവേണൻസ് ഫ്രം ദ ലോ. അല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് കോഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ദെയർഫോർ ലിഫ്റ്റ് ദ ബാർ ഓഫ് വാട്ട് ആർ റിഗാർഡഡ് ആസ് അപ്രോപ്രിയേറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്ട്. കോൺസിക്വൻ്റ്ലി എനി ഫെയിലിയർ ടു മീറ്റ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഗവേണൻസ്
ആൽബൈറ്റ് നോട്ട് ലെജിസ്ലേറ്റഡ് മേ റെൻഡർ ദ ബോർഡ് ഓർ ഇൻഡിവിജ്വൽ ഡയറക്ടർ ലയബിൾ അറ്റ് ലോ. അതായത് ഏതെങ്കിലും രീതിയിലുള്ള റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യുന്നതിൽ ഫെയിലിയർ വരുത്തിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബോർഡോ ഇൻഡിവിജ്വൽ ഡയറക്ടറോ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലയബിളായിട്ട് മാറും എന്നുള്ളതാണ് മൂന്നാമത്തെ കിങ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എനി ഫെയിലിയർ ടു മീറ്റ് ദ റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് ഓർ ഗവേണൻസ് മേ റെൻഡർ എ ബോർഡ് ഓർ ഇൻഡിവിജ്വൽ ഡയറക്ടർ ലയബിൾ അറ്റ് ലോ. നാലാമത്തേത് പറഞ്ഞത് ട്രാൻസ്പെറൻസി ഈസ് ദ ബേസിസ് ഓഫ് കിങ് 4 റിപ്പോർട്ട്. കിങ് 4 റിപ്പോർട്ടിലെ ബേസിസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി എന്നാണ്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ദിസ് റിപ്പോർട്ട് ബിൽഡ്സ് ഓൺ പ്രീവിയസ് എഫേർട്സ് ഓഫ് സൗണ്ട് കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ആസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്. അവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് റിക്വയർസ് എൻ അക്നോളജ്മെൻറ്റ് ദാറ്റ് എൻ ഓർഗനൈസേഷൻ ഡസ് നോട്ട് ഓപ്പറേറ്റ് ഇൻ എ വാക്വം ബട്ട് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. ഓർഗനൈസേഷൻ വാക്വമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് അത് വർക്ക് ചെയ്യുകയും ആൻഡ് ദെർഫോർ ഹാസ് അക്കൗണ്ടബിലിറ്റി ടുവേഴ്സ് കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നിലവിലുള്ളതും ഫ്യൂച്ചർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും അവർക്ക് എന്തുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് റിക്വയേഴ്സ് എൻ അക്നോളജ്മെൻറ്റ് ദാറ്റ് എൻ ഓർഗനൈസേഷൻ ഡസ് നോട്ട് ഓപ്പറേറ്റ് ഇൻ വാക്വം. ഓർഗനൈസേഷൻ വാക്വമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ട് ആയതുകൊണ്ട് തന്നെ ദെർഫോർ ഇറ്റ് ഹാസ് എൻ അക്കൗണ്ടബിലിറ്റി ടുവേഴ്സ് ദ കറൻറ്റ് ആൻഡ് ഫ്യൂച്ചർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നിലവിലുള്ളതും ഫ്യൂച്ചർ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് കിങ് 4 റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ 4 റിപ്പോർട്ടുകളാണ് കിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. പ്രൊഫസർ മെർവിൻ ഈ കിങ് എന്നുള്ള വ്യക്തിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനീസ് ഡു നോട്ട് ആക്ട് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ സൊസൈറ്റി. 1994 ആദ്യത്തെ കിങ് റിപ്പോർട്ട് വന്നത്. സൊസൈറ്റിയിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് കമ്പനികൾ ഫോളോ ചെയ്യാൻ പാടില്ല. റെക്കഗ്നൈസ്ഡ് കമ്പനീസ് ഡു നോട്ട് ആക്ട് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ സൊസൈറ്റി. കിങ് സെക്കൻഡ് റിപ്പോർട്ട് 2002 വന്നത്. ഫസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് ഡീവിയേഷൻ വരുത്താതെ തന്നെ കിങ് സെക്കൻഡ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നത് ഇൻട്രൊഡ്യൂസിങ് ദ ഐഡിയ ഓഫ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പാണ്. തേർഡിൽ പറഞ്ഞത് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടറോ ഇൻഡിവിജ്വൽ ഡയറക്ടറോ ആക്ടിന് വിരുദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഹി ഷാൾ ബി ലയബിൾ ഫോർ സച്ച് ലോ. ഫോർത്ത് റിപ്പോർട്ടിൽ ട്രാൻസ്പെറൻസി ഈസ് ദ ബേസിസ് ഓഫ് കിങ് 4 റിപ്പോർട്ട്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.